10 വർഷത്തിൽ ഇത്രയും കുട്ടികൾ എങ്ങനെയാണെന്ന് ആലോചിച്ച് സമയം കളയണ്ട. ഈശ്വരൻ സഹായിച്ച് നിനക്കെല്ലാം ഇരട്ട കുട്ടികളാണെങ്കിലോ? ഈശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച നിനക്ക് 10 വർഷത്തിൽ ഒരു ടീം ഉണ്ടാക്കാം. സന്തോഷമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും. എനിവേസ്, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിക്കേ. എന്താടി നിന്റെ അഭിപ്രായം? എനിക്ക് പറഞ്ഞതൊക്കെ ഓക്കെയാണ്, നിനക്ക് ഓക്കെ അല്ലേ? നമ്മുടെ കുട്ടികളുടെ ഡൈപ്പർ ചേഞ്ച് ചെയ്യും, അവരെ കുളിപ്പിച്ച് ഒരുക്കി സുഖമായിട്ട് പുറത്തു കൊണ്ടേ നടക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താടി നിന്റെ അഭിപ്രായം? എനിക്ക് പറഞ്ഞതൊക്കെ ഓക്കെയാണ്, നിനക്ക് ഓക്കെ അല്ലേ? നമ്മുടെ കുട്ടികളുടെ ഡൈപ്പർ ചേഞ്ച് ചെയ്യും, അവരെ കുളിപ്പിച്ച് ഒരുക്കി സുഖമായിട്ട് പുറത്തു കൊണ്ടേ നടക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതാ മേഡം പറഞ്ഞ കറക്റ്റ് പോയിന്റ്. എടോ സുമേഷേ, ഇന്ന് അമൂല്യയുടെ ബർത്ത്ഡേ അല്ലേടോ? താൻ ചളി അടിച്ച് വെറുതെ സമയം കളയല്ലേ. അവക്ക് ഗിഫ്റ്റ് കൊടുക്കടോ. തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ബോസ്, അത് കൊടുക്കാനല്ലേ ഇങ്ങോട്ട് വന്നേ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സുമേഷ്. റൗഡി മേഡം, ഇത് എന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ഗിഫ്റ്റാ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മേഡം എന്ന് റൗഡി ബേബിയായി തന്നെ ജീവിക്കണം. ഇപ്പോഴുള്ള ഈ സന്തോഷം മേഡത്തിന് ലൈഫ് ലോങ് ഉണ്ടാവണം. അതിനുവേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് എന്തിനാ എനിക്ക് വേണ്ടി വാങ്ങിയത്? ചില ആൾക്കാരുടെ മുൻപില് കാശിന് വിലയില്ലാതായി പോവില്ലേ മേഡം? അത് മാത്രല്ല, മേഡം ഓഫീസിൽ വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാ ഉണ്ടായേ. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഫ്യൂച്ചർ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കണ്ടിരുന്ന എന്റെ ബോസിന്റെ ഫ്യൂച്ചർ വരെ മാറിപ്പോയി. ബോസിന്റെ സന്തോഷം ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ ഞാൻ. മേഡത്തിന്റെ കൂട്ടത്തിലുള്ള ബോസിന്റെ ജീവിതം അടിപൊളിയായിരിക്കും. അതുകൊണ്ട് മേഡം എനിക്ക് സ്പെഷ്യലാ. അതിനാ ഈ ഗിഫ്റ്റ്. Thank you so much. അമൂല്യ, എന്റെ വേദിനെ എന്റെ അടുത്ത് നിന്നും തട്ടിയെടുക്കാനാണല്ലേ നിന്റെ പ്ലാൻ? ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച ഞാനൊന്നും ചെയ്യാത്തത്. പക്ഷെ നീ ഇപ്പോ എന്നെ ഇത്രയും ദ്രോഹിച്ച സ്ഥിതിക്ക് ഞാൻ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് നീ അനുഭവിക്കും. ഒന്ന് വീണ് കഴിഞ്ഞാ കിടക്കാൻ നല്ല സുഖമായിരിക്കും. പക്ഷെ കിടക്കുന്നവനെ അടിച്ചു വീഴ്ത്തി കഴിഞ്ഞാ അവൻ പിന്നെ വെറുതെ ഇരിക്കുന്ന നീ വിചാരിക്കല്ലേ അമൂല്യ. ഇനിയാണ് നീ ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്.
ഇത് നിനക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റാ. ആൻഡ് ദ ലാസ്റ്റ് വൺ. നോക്ക്. സൂക്ഷിക്കണേ. ഈ ഗിഫ്റ്റ് ആരയച്ചതാ? വേറെ ആരാ? നിന്റെ ചേട്ടൻ വിക്രാന്ത്. അവന്റെ ഗിഫ്റ്റാ ഇത്. ആ, എനിക്ക് അപ്പോഴേ തോന്നി ഇത് ചേട്ടന്റെ പണിയായിരിക്കുമെന്ന്. അതെ മാഡം, വിക്കി ബോസിന്റെ ഗിഫ്റ്റ് മറ്റുള്ളവരുടേത് വെച്ച് നോക്കുമ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ബോസ്, ആ ഹാരം എടുത്ത് മേഡത്തിന്റെ കഴുത്തിൽ വെക്കുന്ന ഒരു പോസ് തന്നാൽ എനിക്കൊരു ഫോട്ടോ എടുക്കാമായിരുന്നു. Why not? Sure. റെഡി? ഓക്കെ ബോസ്, നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്യും. എന്നിട്ട് വേഗം കല്യാണം കഴിക്കും. ആ സമയത്ത് ഒറിജിനലായി താലി കെട്ടുന്നതിന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ വരാം. സിദ്ധാർത്ഥ് സാറേ, നമ്മുടെ ജോലിയൊക്കെ തീർന്നാ തോന്നുന്നത്. നമുക്ക് ഇറങ്ങിയാലോ? വേണ്ട, ഇവിടെ നിന്ന് മാറി കളിക്കാം. ബൈ, എൻജോയ്. Bye. ഇനി എന്താ? എല്ലാവരുടെയും ഗിഫ്റ്റ് നീ എനിക്ക് വാങ്ങി തന്നല്ലോ, പക്ഷെ നീ മാത്രം ഇതുവരെ എനിക്ക് ഒരു ഗിഫ്റ്റും തന്നില്ലല്ലോ. അതെനിക്ക് എപ്പോ തരും? എന്തായാലും തന്നല്ലേ പറ്റൂ. ആൻഡ് ദാറ്റ്സ് എ സ്പെഷ്യൽ വൺ. ഓ, എന്താ അത്രയ്ക്ക് സ്പെഷ്യൽ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഒളിപ്പിച്ചു വെച്ചിരിക്കാണോ? എന്റെ ഗിഫ്റ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. അത് കാണാൻ പറ്റില്ല, നിന്റെ കൈ തരാനും പറ്റില്ല. അതിന് വെയിറ്റ് ഇല്ല, രൂപമില്ല. പക്ഷെ ഒരുപാട് ഫീലുണ്ട്, ഒരുപാട് സ്പെഷ്യലുമാണ്. ആണോ? അതെന്ത് ഗിഫ്റ്റ് ആണാവോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഗിഫ്റ്റ് അല്ലേ? അപ്പൊ ഒന്ന് കണ്ണടച്ചിരുന്നൂടെ? ശരി. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എവിടെ? എന്റെ കയ്യിലെത്താ.
ഇപ്പൊ ഫീലായോ നിനക്ക്? ഹാപ്പി ബർത്ത്ഡേ കഴുതക്കുട്ടി. പ്ലീസ്. ഇത് കത്തിക്കേ. ക്യാൻഡിൽ ഊതുന്നേ. നീ എന്താ ചെയ്യുന്ന അമൂല്യ? നമ്മളെ വെളിച്ചം പകരെയാ വേണ്ടത്, ഊതിക്കടുത്ത് തന്നെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് കേക്ക് കട്ട് ചെയ്യാലോ അല്ലേ? അതിനി വേറെ എത്തിക്സ് ഒന്നും ഇല്ലല്ലോ. എനിക്കതിനൊരു കുഴപ്പമില്ല. കട്ട് ചെയ്യേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സന്തോഷമായോ? ഇല്ല. ഇല്ലേ? എത്ര സന്തോഷാണെന്ന് പറയാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ബർത്ത്ഡേ ഞാൻ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ലവ് യു കള്ളച്ചെറുക്ക. ഐ ലവ് യു ടു കഴുതക്കുട്ടി.